നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. തുടർന്ന് തെളിവെടുപ്പും ഉണ്ടാകും. ഗോകുൽ വിഎസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ആ പ്രതിയെ, ഈ ചെന്താമരയെ പിടികൂടിയ ദിവസം തന്നെ അവിടെ വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ ആ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇന്ന് തെളിവെടുപ്പിനായി അവിടേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതിഷേധിക്കാനുണ്ടാകും. കാരണം ആ രീതിയിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ബോയൻ നഗറിലൊക്കെ? വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പ്രദേശത്ത് നെന്മാറയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ആലത്തൂർ കോടതിയിലാണ്. ഇവിടേക്കാണ് ആദ്യം 11 മണിക്ക് ചെന്താമരയെ കൊണ്ടുവരിക. 11 മണിക്ക് ഈ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം 3 ദിവസത്തെ കസ്റ്റഡിക്കായിരിക്കും പോലീസ് അപേക്ഷിക്കുക. അതനുസരിച്ച് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ പോത്തുണ്ടിയിൽ എത്തിച്ച് ഇയാളെ തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. 377 പോലീസുകാരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സുരക്ഷാ സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 3 ഡിവൈഎസ്പിമാരുണ്ട്. അതോടൊപ്പം തന്നെ 11 അടുത്ത് CIമാരുണ്ട്. അത്തരത്തിൽ വലിയൊരു സുരക്ഷാ സംവിധാനം തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക മീറ്റിംഗ് വിളിച്ചാണ് ഈ സുരക്ഷ വിലയിരുത്തുന്നതും, അതായത് ഏത് തരത്തിലുള്ള സുരക്ഷ വേണമെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമായത്. കാരണം നെന്മാറയിൽ ആ പ്രതിഷേധം ഉണ്ടായ അന്ന് നമ്മൾ കണ്ടതാണ് എത്ര വലിയ പ്രതിഷേധമാണ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഉണ്ടായതെന്നാണ്. അപ്പോൾ അതുപോലൊരു പ്രതിഷേധം, സമാനമായ പ്രതിഷേധം അല്ലെങ്കിൽ അതിൽ കൂടിയ ഒരു പ്രതിഷേധം ഇന്നും പോലീസ് കണക്കാക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങളാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇന്നും ആ പ്രദേശം എന്ന് പറയുന്നത് കൊലപാതകം നടന്ന പ്രദേശവും അതോടൊപ്പം തന്നെ ചെന്താമരയുടെ വീടും ഏകദേശം അടുത്തടുത്ത് ഒരു 10 മീറ്റർ പോലും ഇല്ല. ആ പ്രദേശത്തൊക്കെ ആളുകൾക്ക് ചെന്താമരയോട് വലിയ ദേഷ്യമുണ്ട്, വൈരാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രതിഷേധം ആയി വരുമെന്നും ചെന്താമരയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ സുരക്ഷ ഒരുക്കി ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ ആ സ്ഥലം വിലയിരുത്തി ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ തെളിവെടുപ്പിന്റെ സമയത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും 11 മണിക്ക് ആലത്തൂർ കോടതിയിൽ ചെന്താമരയെ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം 1 മണിയോടുകൂടി തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. ഒരുപക്ഷെ ആ സ്ഥലത്തെ സ്ഥിതി കൂടി വിലയിരുത്തിയ ശേഷം സമയത്തിൽ ചില മാറ്റങ്ങളും ഉണ്ടാകും. ഗോകുലി, ഈ തെളിവെടുപ്പ് അത് സാധാരണ നിലയിൽ നടപടിക്രമത്തിന്റെ ഭാഗമായി ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ അന്ന് പോലീസ് സ്റ്റേഷന് മുമ്പുണ്ടായ സംഘർഷം, അത് പോലീസിന് പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ആൾക്കൂട്ടം അവിടേക്ക് എത്തുകയായിരുന്നു. അത്ര വലിയ രോഷമാണ്. സ്വാഭാവികമായും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ സമയത്തിലടക്കം മാറ്റം വരാനുള്ള സാധ്യതയും നിലനിൽക്കുകയല്ലേ? ഈ നാട്ടുകാരുടെ ഭാഗത്തുള്ള പ്രതികരണം ഏത് തരത്തിലാണ്? തീർച്ചയായും. അതായത് പ്രദേശവാസികളിൽ നിന്ന് എന്തായാലും പ്രതിഷേധം പോലീസ് കണക്കാക്കുന്നുണ്ട്. അതില്ലാതെ ഒരു തെളിവെടുപ്പ് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ഏത് സമയത്ത് എത്തിച്ചാലും അവിടെ ആളുകൾ കൂടുകയും അതൊരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ട് അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക, അത് മാത്രമേ ഈ ഒരു സംഭവത്തിൽ പ്രായോഗികമായതുള്ളൂ. കാരണം ഒരുപക്ഷെ അപ്രതീക്ഷിതമായ മറ്റൊരു സമയത്ത് തെളിവെടുപ്പിന് എത്തിച്ചാൽ തന്നെ ആളുകൾ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഫോഴ്സുകൾ ആവശ്യം വരേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു തെളിവെടുപ്പ് നടത്തുക. 377 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനുവേണ്ടി വിന്യസിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തുക. സ്വാഭാവികമായും ആളുകളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകും. അത് പോലീസ് കണക്കാക്കുന്നുമുണ്ട്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.